വന്നിടുമോ നീ എന്നരികിൽ? ഭാരങ്ങളെല്ലാം അകറ്റിടുവാൻ വന്നിടുമോ നീ എന്നരികിൽ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവേ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകുന്നതായിരിക്കുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും ഞങ്ങളിന്നും നന്ദിയുള്ളവരും. നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ഒരു വിഷയം, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായ ദൈവദാസന്മാർ കാലാകാലങ്ങളിൽ അവരെ അയച്ചതായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ അവരെ ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ തക്കവണ്ണം ദൈവം അവരെ ശക്തീകരിച്ചു. പ്രതികൂല സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പ്രതിസന്ധികളിൽ അവർ വീണുപോയിട്ടുണ്ട്, കാരാഗ്രഹവാസങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്ക് അവർ അയക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ട്. അപ്പോഴൊക്കെയും ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനുള്ളതായിരിക്കുന്ന സമർപ്പണത്തോടും ആത്മനിറവോടും ആത്മീയ ചിന്തയോടും ആത്മീയമായ കാഴ്ചപ്പാടോടും ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന വേല കൃത്യമായിട്ട് ചെയ്യാം ദൈവം തന്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തും. അതിലൊരു വ്യക്തിയാണ് യോഹന്നാൻ. സുവിശേഷബദ്ധനായി പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. ഏകാന്തതയുടെ തീരത്ത് കിടക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ താൻ ദൈവത്തെ പാടി സ്തുതിച്ചു. തന്നെ പിന്നിൽ കേട്ട ശബ്ദമെന്നറിയുവാൻ താൻ തിരിഞ്ഞു നോക്കി. അഗ്നിജാല കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടി 7 നക്ഷത്രം വലങ്കൈയിൽ പിടിച്ച് 7 നിലവിളക്കിന്റെ നടുവിൽ നിലയുറപ്പിച്ചവനായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു. ഈ കാഴ്ച തന്നെ വളരെയധികമായി ഭയപ്പെടുത്തി. ബോധരഹിതനായി വീണു. തന്റെ വിലാപ്പുറത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഉണരുക, എഴുന്നേൽക്കുക. മേലിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിനക്ക് വെളിപ്പെടുത്താം. ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യേശുവിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മേലിൽ സംഭവിക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കാം. അത് സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. വരാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചുള്ള കാര്യമാണ്. നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച വിശുദ്ധന്മാരെ കുറിച്ചുള്ള കാര്യമാണ്. ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യമാണ്. അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചുള്ള കാര്യമാണ്. അങ്ങനെ സവിസ്തരമായിരിക്കുന്ന കാര്യങ്ങളെ തൻ്റെ വാക്കുകളിലൂടെ രക്തച്ചുരുക്കമായി പറഞ്ഞിട്ട യോഹന്നാനെ ബലപ്പെടുത്തി. ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്താതിരിക്കില്ല. എല്ലാം ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് ദൈവം. വരുവാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നും തൻ്റെ ജനം വിടുതൽ പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് അവർ നാശത്തിലേക്കും പാപത്തിലേക്കും ഒഴിഞ്ഞ അവസ്ഥയിലേക്കും അഗാധമായ കൂപത്തിലേക്കും പോകാതെ അവരെ വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം തക്ക സമയത്ത് തൻ്റെ ദാസന്മാരെ അയക്കും. ദൈവത്താൽ അരുളപ്പാട് ലഭിക്കപ്പെട്ടതായ അനേക ദൈവദാസന്മാരുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത് അരുളപ്പാടുമായിട്ടാണ്. അത് വ്യക്തികളോടുള്ള അരുളപ്പാടുണ്ട്, കുടുംബത്തോടുള്ളതുണ്ട്, സമൂഹത്തോടുള്ളതുണ്ട്, ആരാധനയോടുള്ളതുണ്ട്, ദേശത്തെക്കുറിച്ചുണ്ട്, രാജ്യത്തെക്കുറിച്ചുണ്ട്, സമൂഹത്തെക്കുറിച്ചുണ്ട്, സകല കാര്യങ്ങളെക്കുറിച്ചും വരുവാൻ പോകുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ്
നിനവേലേക്ക് കടന്നുപോയി നീ അവിടെ സുവിശേഷം അറിയിക്കണമെന്ന് യോനയോട് പറയുന്നു. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വെളിപ്പാടാണ്. ഞാൻ ആ ദേശത്തെയും രാജ്യത്തെയും നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ അവിടെ കടന്നു ചെന്നിട്ട് വചനം സംസാരിക്കണം. അങ്ങനെ വചനം സംസാരിക്കുന്ന വേളകളിൽ അവിടെ വലിയ മാറ്റം ഉണ്ടാകാൻ ഇടയാകും. വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ വലിയ മാറ്റം നിനക്ക് കാണാൻ സാധിക്കണം. ഇത് കേട്ടതായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ പ്രവാചകൻ തന്റെ യാത്ര ഭയത്തിന്റെ ആധിക്യം കൊണ്ടും ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ ഉള്ളിൽ കടന്നു വന്നതുകൊണ്ട് ഭയാനകമായ ചിന്തകൾ തന്നെ പിടിച്ചമർത്തിയതുകൊണ്ട് തന്റെ യാത്രയ്ക്കൊരു മാറ്റം വരുത്തി. നിനവേലേക്കുള്ളതായിരിക്കുന്ന യാത്ര മാറ്റി തർസീസിലേക്കുള്ള യാത്ര തിരിച്ചു. ദൈവികമായ പദ്ധതി എന്താണ്? നിനവേൽ കടന്നു പോകണം എന്നാണ്. തന്റെ യാത്ര ഇപ്പോൾ എങ്ങോട്ടാണ്? തർസീസിലേക്കാണ്. എന്നാൽ കപ്പൽ ഓടിത്തുടങ്ങി കുറേ സമയങ്ങൾ കടന്നുപോയപ്പോൾ കാറ്റിനാൽ ആടി ഉലഞ്ഞ് അവർക്കുണ്ടായിരുന്ന ലഗേജുകളെല്ലാം പുറത്തെറിഞ്ഞ് അവരെല്ലാവരും ജീവരക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് അവരുടേതായിരിക്കുന്ന ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഇനി ഒരാളും കൂടി ഉണ്ട്. കുറിയിട്ടപ്പോൾ അത് യോന എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു. നീ എന്താണ് ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സർവ ലോകത്തെയും സൃഷ്ടിച്ച നാഥനെ ആരാധിച്ചും ഭജിച്ചും വരുന്ന ഭക്തനായ ഞാൻ, ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഞാൻ കാരണമാണ്. വ്യക്തമായി പറയും, ഞാൻ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടേണ്ടതിനു വേണ്ടി നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയുക. ആ കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. ആ മത്സ്യം തന്നെ വിഴുങ്ങി. 3 ദിവസക്കാലത്തിനുള്ളിൽ കടന്ന് കരഞ്ഞു, നിലവിളിച്ചു, യാചിച്ചു, അപേക്ഷിച്ചു. എന്നെ വിടിവിക്കണമേ, തെറ്റ് പറ്റിപ്പോയി, ഞാൻ മടങ്ങിപ്പോകാം. അങ്ങനെ ഛർദ്ദിക്കുകയും യോന വീണ്ടും നിനവേലേക്ക് കടന്നു ചെന്നു. ആ ദൈവികമായിരിക്കുന്ന ഒരു ദേശമാണ്. ദൈവത്തിന് തന്റെ ഭക്തന്മാരെ കുറിച്ചും ദേശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു വെളിപ്പാടുണ്ട്. നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ ഭവനത്തെക്കുറിച്ചുണ്ട്. വരുവാൻ പോകുന്ന വിപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ദൈവം തന്റെ ദാസന്മാരെ സമയമാകുമ്പോൾ ഭവനത്തിലേക്ക് അയക്കും. അത് വിടുതലിന് വേണ്ടിയാ. അപ്പോൾ പ്രവാചകന്റെ രൂപമോ ഗുണമോ അല്ല നോക്കേണ്ടത്, ദൈവിക ആലോചനയാണ്. ആലോചനയ്ക്ക് കീഴ്പ്പെടുക, ആലോചനയെ ഏൽപ്പിച്ചു കൊടുക്കുക, ആലോചനയിൽ സമർപ്പിക്കുക. ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാണ്. ആലോചനയ്ക്കൊത്തവണ്ണം മുൻപോട്ട് പോകുമ്പോഴാണ് അനുഗ്രഹം. അവിടെയാണ് വിടുതൽ, അവിടെയാണ് സൗഖ്യം. അതുകൊണ്ട് സൗഖ്യവും സന്തോഷവും വിടുതലും പ്രാപിച്ച് മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നാം ഉറപ്പുള്ളവരായിരിക്കണം. അത് 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, പാറമേൽ എന്നെ നിർത്തിയെന്ന കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്റെ കൈക്ക് പിടിച്ചുയർത്തി ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തിയെന്ന, ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തി. 2 മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 24 വായിക്കുമ്പോൾ, ഒന്ന് പാറയിൽ വസിക്കുന്നവരായിരിക്കണം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. അപ്പോൾ പാറയിൽ നിൽക്കണം, പാറയിൽ വസിക്കണം. 3 പാറയിൽ നടക്കണം. 25-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. പാറയിൽ മറയണം. യെശയ്യാവ് 2-10. ഈ പാറ ക്രിസ്തു ആകും. ക്രിസ്തുവാകുന്ന പാറയിൽ നാം നിൽക്കുകയും നടക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ കൈക്ക് പിടിച്ച് പടിപടിയായിട്ട് ഉയർത്തി അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നമുക്ക് വേണ്ടി, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ മക്കൾക്ക്, തലമുറകൾക്ക്, അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളിൽ തൻ്റെ ഭക്തനായ ഒരു ദൈവദാസനുണ്ട്, ആരോക്ക്. ആ ദൈവത്തിന്റെ ദാസൻ കർത്താവിനോട് കൂടെ നടന്നു. അടുത്ത ആഴ്ചയിൽ ആ നടപ്പ് എങ്ങനെയായിരിക്കും, ഒരു ഭക്തൻ എങ്ങനെ നടക്കണം, അതിനെക്കുറിച്ച്
അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നതാകട്ടെ. കരുണയുള്ള ദൈവമേ, സുബസ്ത പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. കേൾക്കപ്പെടുന്ന വചനങ്ങൾ അനുഗ്രഹിക്കണം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കണം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും വിവിധയിടങ്ങളിലായിട്ട് പാർക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവയെല്ലാം ദൈവം ആശ്വാസം കൊണ്ട് അനുഗ്രഹിക്കണം. ഗൾഫ് മേഖലയിൽ, യൂറോപ്പിൽ, അമേരിക്കൻ നാടുകളിൽ കുടുംബമായി താമസിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, പഠനവുമായി ബന്ധപ്പെട്ടവർ, ബിസിനസ് ചെയ്യുന്നവർ വിവിധ മേഖലകളിലുണ്ട്. അവയെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ഈ നാളുകളിൽ ഭവനത്തെക്കുറിച്ചുള്ള ആലോചനകൾ കൃത്യമായിട്ട് അറിയിക്കണം. കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, വീടിൻ്റെ ആവശ്യതകൾ, ജോലിയുടെ ആവശ്യതകൾ, തലമുറകൾ, വിവിധമായ പ്രശ്നങ്ങളിൽ ദൈവികമായ കരം നീട്ടി ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.